ഹായ് ഓൾ. പെർഫ്യൂമറി എന്നതൊരു കലയാണ്. നമ്മൾ സംഗീതം, അഭിനയം എന്നൊക്കെ പറയുന്നത് പോലെ ഒരു പെർഫ്യൂമർ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ആശയങ്ങൾ സുഗന്ധത്തിൻ്റെ രൂപത്തിൽ പുറത്തേക്ക് പ്രകടിപ്പിക്കുന്ന ഒരു ആർട്ട് ഫോമാണ് പെർഫ്യൂമറി. ലോകത്തിൻ്റെ പെർഫ്യൂം തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഫ്രാൻസിലെ ഗ്രാസ് എന്ന നഗരമാണ്. ഈ ഫ്രഞ്ച് പെർഫ്യൂമറിയിലെ ബ്യൂട്ടി കാണിക്കുന്ന ഒരു കിഡിലൻ പെർഫ്യൂമാണ് ഗെർലാൻ്റെ ലോങ് ഇഡിയാൽ EDP. നമ്മൾ ഇന്ന് ഈ ഒരു പെർഫ്യൂമിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. സോ let us get to the review. Welcome to Sufi Fragrance. ഹായ് ഓ, ഐ എം സുഫിയാൻ. ഈ പെർഫ്യൂമിലോട്ട് വരുമ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും വളരെ മിനിമലാണ്, എന്നിരുന്നാൽ ഭയങ്കര ക്ലാസ്സിയാണ്. പിന്നെ ബോട്ടിലാവുമ്പോൾ തന്നെ നല്ല ക്ലീൻ ലുക്കുള്ള ഒരു റെക്ടാങ്കുലർ ഷേപ്പുള്ള ഗ്ലാസ് ബോട്ടിൽ. ക്യാപ്പ് നല്ല ഹെവിയാണ്, പ്ലാസ്റ്റിക് ക്യാപ്പാണ്, ചിലപ്പോൾ ഉള്ളിൽ മെറ്റൽ ഉണ്ടായിരിക്കാം. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട്. പിന്നെ ബോക്സ് ആണെങ്കിൽ ഒരു ഗ്രേ കളർ, ഒരു മിനിമൽ ബോക്സ് ആണ്. സൈഡിൽ ബ്ലാക്ക് കളറാണ് വരുന്നത്. ഇതിൻ്റെ പ്രസൻറ്റേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയുടെ മേലെ കൂടെ ഇടാം, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഇതിൻ്റെ സ്മെല്ലിലോട്ട് വരുമ്പോൾ, ഞാൻ ഫസ്റ്റ് ടൈം അടിച്ച സമയത്ത് എന്നെ ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ഒന്നും ചെയ്യിച്ചില്ല. ഞാൻ വിചാരിച്ചു കൂടുതൽ ആൾക്കാർക്കും ഇത് ഇഷ്ടപ്പെടില്ല, ട്രൈ ചെയ്യുന്ന ആൾക്കാരൊന്നും പോരാ, അല്ലെങ്കിൽ അത്രയും അങ്ങോട്ട് ശരിയാവുന്നില്ല, അങ്ങനത്തെ ഒരു ഫീല് പറയാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ പൊതുവെ ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുന്ന സെൻറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഷ് ഫ്രൂട്ടി സെൻസ്, അങ്ങനത്തെ വളരെ ഫ്രഷ് ആയിട്ടുള്ള മൈൽഡ് ആയിട്ടുള്ള സെൻറ്റുകളൊക്കെ ആൾക്കാർക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടും. ഞാൻ വിചാരിച്ചു ഈ പെർഫ്യൂം അങ്ങനെ പുതിയതായിട്ട് ട്രൈ ചെയ്യുന്ന ആൾക്കാർക്കൊന്നും പെട്ടെന്ന് പിടിക്കില്ല. അങ്ങനെ പോകെ പോകെ ഞാൻ വേറെ ചെയ്യുന്നതനുസരിച്ച് എനിക്ക് ഈ ഒരു പെർഫ്യൂമിനോടുള്ള ഇഷ്ടം കൂടിക്കൂടി വന്നു എന്ന് വേണമെങ്കിൽ പറയാം. വളരെ വെൽ ബ്ലെൻഡഡ് ആയിട്ടുള്ളൊരു പെർഫ്യൂം, അതാ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഞാൻ എവിടെ ആർക്കൊക്കെ പുതിയതായിട്ട് ട്രൈ ചെയ്യാൻ കൊടുത്തു, അവരൊക്കെ നല്ല പെർഫ്യൂമാണ് പറഞ്ഞു, അവർക്ക് ഇഷ്ടമാവുകയും ചെയ്തു പലരും. എനിക്ക് വളരെ ഇഷ്ടമുള്ള രണ്ട് പെർഫ്യൂംസാണ് ഡിയോറിൻ്റെ ഡിയോറോം ഇൻറ്റൻസ്, പിന്നെ ഡിയോറോം പാർഫം ഒക്കെ. അപ്പോൾ അത് ഞാൻ പലരോടും ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് മിക്സ്ഡ് ആയിട്ടുള്ള റിയാക്ഷൻസാണ് കിട്ടി. എന്നാൽ ഈ പെർഫ്യൂം ട്രൈ ചെയ്തവരൊക്കെ തന്നെ പറഞ്ഞു അവർക്ക് വളരെ ഇഷ്ടമായെന്നാണ്. ഇതിൽ ഡിയോറോം ഇൻറ്റൻസിലും നമ്മൾ ഡിയോറോം പാർഫം അതിലൊക്കെ കാണുന്ന തരത്തിലുള്ളൊരു ക്ലാസ് ഉണ്ട്. എന്നിരുന്നാലും തിരിയോടൊരു മാസ് പ്ലേസിങ് ഫാക്ടറും ഈ പെർഫ്യൂമിലുണ്ട്. ഫ്രാഗ്രാൻറ്റിക്കല് നോട്ട്സ് ഒക്കെ നോക്കിയ സമയത്ത് ഇതിലൊരു ചെറിയുടെ നോട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം സ്വീറ്റാന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ മനസ്സിൽ വരുന്നത് അതൊരു സ്വീറ്റ് ഫ്രൂട്ടി ചെറിയുടെ സ്മെല്ലായിരിക്കുന്നതാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ ഭരണികളിൽ നിറച്ച് വെച്ചിരിക്കുന്ന ചെറീസ് കാണാൻ പറ്റും. ആ പഞ്ചസാര ലൈനിയിൽ ഇങ്ങനെ മുക്കി വെച്ചിട്ട് അതിന് ഭയങ്കര മധുരമുള്ള ഒരു സെൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെറീസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആ ഒരു മണമാണ് നമ്മുടെ മൈൻഡിലേക്ക് ഓർമ്മ വരും. അപ്പോൾ പെർഫ്യൂം വന്ന് ഇത് കുറച്ച് തവണ വെയർ ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചെറിയുടെ സ്മെല്ലും ഈ ചെറിയുടെ സ്മെല്ലും തമ്മിലൊരു ആനയും അമ്പഴങ്ങയും എന്ന് പറയുന്ന പോലെയുള്ള ഡിഫറൻസ് ഉണ്ടായിരുന്നത്. ഈ പെർഫ്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും മനസ്സിൽ ആ ഒരു ചെറി കണ്ടിട്ടാവരുത് വാങ്ങിക്കുന്നത്. കാരണം ദിസ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. നമ്മൾ സ്പ്രേ ചെയ്ത ഉടനെ നോട്ട്സിൽ കാണിക്കുന്ന പോലെ തന്നെ ഇത്തിരി സമയം നിങ്ങൾക്ക് ബഗമോ, പിന്നെ അതുപോലെയുള്ള അരോമാറ്റിക് നോട്ട്സ് ആയിട്ടുള്ള റോസ്മേരി അല്ലെങ്കിൽ ലാവൻഡർ, അതൊക്കെ പോലെയുള്ള ഒരു ഫീല് കിട്ടും. അത് ഇത്തിരി സമയമുണ്ട്, ശരിക്കും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ 5-10 സെക്കൻഡിൽ സ്മെല്ല് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റും. പക്ഷേ പിന്നെ ഇത്തിരി സമയം കഴിയുമ്പോൾ ഇതിലേക്ക് എൻ്റർ ചെയ്യുന്നത് ആൽമണ്ട്, നമ്മുടെ ബദാമിൻ്റെ സ്മെല്ലാണ്. ബദാമിൻ്റെ സ്മെല്ല് നിങ്ങൾ കടയിൽ കാണുന്ന ബദാം കയ്യിൽ വാരിയിട്ട് മണപ്പിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫീൽ ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾ വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് ബദാം കഴിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം ആകുമ്പോൾ ആ തോല് കളഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നൊരു സ്മെല്ല് വരാനുണ്ട്. ആ ഒരു ടൈപ്പ് ഓഫ് സ്മെല്ലാണ് ഇതിലുള്ളത്. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ നോട്ട്സ് ഒക്കെ വളരെ വെൽ ബ്ലെൻഡഡ് ആണ്. ഒരു പോയിന്റിന് ശേഷം ഓരോ നോട്ടായിട്ട് പിക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ടാസ്ക്കാണ്. അത്രയും നിങ്ങൾ പിക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കാരണം വളരെ സ്മൂത്തായിട്ട് വളരെ റിഫൈൻഡ് ആയിട്ടുള്ളൊരു സെൻറ്റ് പ്രൊഫൈലാണ് ഈ പെർഫ്യൂമിനുള്ളത്. നമ്മൾ ഡീപ്പായിട്ട് സ്മെല്ല് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബദാമിൻ്റെ ഫീൽ കിട്ടും. അതിൻ്റെ പിന്നിലൂടെ ടോങ്ക ബീൻ്റെ സ്വീറ്റ്നെസ് ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു ചെറിയുടെ നോട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതിനൊക്കെ മേലെ കൂടെ ഒരു മേമ്പൊടിക്ക് ഒരു ചെറിയ സ്വീറ്റ്നെസ് കൊടുത്തിട്ട് അങ്ങനെ നിൽക്കുക ചെയ്യുന്നത്. ഒരിക്കലും ഞാൻ മനസ്സിൽ വിചാരിച്ച പോലെ നിങ്ങൾ ആ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കി വെക്കരുത്. ഒരു സ്വീറ്റ് ചെറി നിങ്ങൾ പഞ്ചസാര വെള്ളത്തിൽ മുക്കി വെച്ചിരിക്കുന്ന ചെറിയായിട്ട് നിങ്ങൾ ഒരിക്കലും ഈ പെർഫ്യൂമിൽ ചെറിയണ മനസ്സിൽ വിചാരിച്ച് വെക്കരുത്. അങ്ങനെയല്ല ഈ പെർഫ്യൂം ഇരിക്കുന്നത്. ഈ ഒരു ആൽമണ്ട്, ചെറി, ടോങ്ക ബീൻ, ലെതർ, സാൻഡൽവുഡ്, അതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷനാണ് നിങ്ങൾ ഈ പെർഫ്യൂമിൽ നോട്ടീസ് ചെയ്യാൻ പോകുന്നത്. ഇതിലെ ലെതർ എന്നൊന്നും പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഓംബ്രെ ലെതറോ ടസ്കൻ ലെതറോ ഒന്നും മനസ്സിലാലോചിക്കരുത്. പകരം മോർ ഓഫ് എ സ്വേഡ്, ഈ ഇമേജ് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന തരത്തിലുള്ള ഒരു ലെതർ, അതിനെ
നമ്മൾ ഈ ആൽമണ്ടിൻ്റെയും ടോങ്ക ബീൻ്റെയും ചെറിയുടെ ഒക്കെ സ്മെല്ല് വെച്ചിട്ട് സ്മൂത്തൻ ചെയ്തിട്ടുണ്ട്. എല്ലാം വളരെ വെൽ ബ്ലെൻഡഡ് ആണ്, വളരെ സ്മൂത്താണ്. ഒരു ബൾഗേറിയൻ റോസിൻ്റെ നോട്ടൊക്കെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്മെല്ല് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. എന്നിരുന്നാലും പല ഹൈ എൻഡ് പെർഫ്യൂമുകളിലും ഈ ഒരു ബൾഗേറിയൻ റോസിൻ്റെ നോട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ അടുത്ത് ട്രൈ ചെയ്തിട്ട് ആകെ തെറ്റിദ്ധരിച്ച ഒരു പെർഫ്യൂമാണ് കിലിയൻ്റെ ഇൻടോക്സിക്കേറ്റഡ് എന്നൊരു പെർഫ്യൂമുണ്ട്. അതിലൊരു കോഫിയുടെ നോട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നമുക്കറിയുന്ന കോഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോസ്റ്റഡ് കോഫിയാണ്. നമ്മളെ നാട്ടിൽ കാണുന്ന ഒരു സ്മോക്കി ഫ്ലേവർ, ചെറുതായിട്ടൊരു ചോക്ലേറ്റി ടച്ചൊക്കെ ഉള്ള ആ ഒരു കോഫിയുടെ സ്മെല്ലായിരിക്കും നമ്മൾ പൊതുവെ എല്ലാവർക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക. പക്ഷെ എന്നിരുന്നാലും അതിലിരിക്കുന്ന കോഫിയുടെ നോട്ട് എന്ന് പറഞ്ഞാൽ ടർക്കിഷ് കോഫി. ഞാനിതുവരെ ടർക്കിഷ് കോഫി എക്സ്പീരിയൻസ് ചെയ്തില്ല. അപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ കയ്യിലായിരുന്നു ഈ ഒരു കിലിയാൻ്റെ പെർഫ്യൂം ഉണ്ടായിരുന്നത്. പുള്ളിയാണ് പറഞ്ഞത് ഇതിൽ ടർക്കിഷ് കോഫിയുടെ സ്മെല്ലാണുള്ളത്. അപ്പോൾ ഒരു സാധാ കോഫിയുടെ സ്മെല്ല് മനസ്സിൽ വെച്ചാണ് ഞാൻ ആ ഒരു പെർഫ്യൂം ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഞാൻ പറയും ഇതിൽ കോഫിയുടെ സ്മെല്ലൊന്നുമില്ല, അത് ടർക്കിഷ് കോഫി എക്സ്പീരിയൻസ് ചെയ്ത ആൾക്ക് മാത്രമേ മനസ്സിലാവൂ അതിലിരിക്കുന്നത് ടർക്കിഷ് കോഫിയുടെ സ്മെല്ലാണ്. അപ്പോൾ അതുപോലെ ഇതിൽ ബൾഗേറിയൻ റോസ് എന്ന നോട്ടുണ്ട്, അതിൻ്റെ പ്രസൻസ് ഉണ്ടാവാം. പക്ഷേ എനിക്ക് ബൾഗേറിയൻ റോസ് എന്താണെന്ന് അറിയില്ല. എന്നിരുന്നാലും എനിക്ക് മെയിൻലി ഈ പെർഫ്യൂമിന് പിക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ആൽമണ്ട്, ചെറി, ടോങ്ക ബീൻ, പിന്നെ ഈ ഒരു സോഫ്റ്റ് ലെതർ, സാൻഡൽവുഡ്, അതിൻ്റെയൊക്കെ പ്രസൻസ് ആണ്. പിന്നെ പെർഫ്യൂമറിയിൽ ഒരു ആർട്ട് പീസായിട്ട് കാണാനാണ് എനിക്കിഷ്ടം. കാരണം ഇത് വെയർ ചെയ്യുന്ന സമയത്ത് എൻ്റെ മൈൻഡിൽ വരുന്ന ഒരു പിക്ചറുണ്ട്. ആരായിരിക്കും ഇത് ധരിക്കുക എന്നുള്ളത്. നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സ് ചെയ്ത ഒരു ജെന്റിൽമാൻ, ഒരു കോട്ടും സ്യൂട്ടോ അല്ലെങ്കിൽ ഇൻഷർട്ടൊക്കെ ചെയ്ത് നല്ല കിടലനായിട്ട് ഡ്രസ്സ് ചെയ്ത ഒരു ഹാൻസം ജെന്റിൽമാൻ എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു പുള്ളി ഇങ്ങനെ നടക്കുകയാണ്. പുള്ളി ഒരു CEO ആവാം, അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ നല്ലപോലെ വർക്ക് ചെയ്യുന്ന അത്യാവശ്യം നല്ലൊരു പൊസിഷനിലുള്ള ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ഒരാളായിരിക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരാൾ വേറെ ചെയ്യുന്ന പെർഫ്യൂം എന്തായിരിക്കും? അങ്ങനത്തെ ആ ഒരു ടൈപ്പ് ഓഫ് ഇമേജാണ് ഈ പെർഫ്യൂം പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നത്. ആ ഒരു ക്ലാസ്സാണ് എനിക്കിന്ന് ഫീൽ ചെയ്യാൻ പറ്റിയത്. പെർഫോമൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും അടിപൊളിയാണ്. അത്യാവശ്യം തണുപ്പുള്ള സമയത്ത് നിങ്ങൾ ഇൻഡോർസ് ഒക്കെ ആണെങ്കിൽ 8+ hours കൂളായിട്ട് ക്ലോത്ത്സിലൊക്കെ ഈ പെർഫ്യൂം ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ആദ്യത്തെ ഒരു 1.5 to 3 hours ഇടയ്ക്കാണ് ഇതിൻ്റെ പ്രൊജക്ഷൻ കിടക്കുന്നത്. കാരണം ഞാൻ പലപ്പോഴും വെയർ ചെയ്തപ്പോൾ ഇത് വാരി ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട് വെയർ ചെയ്ത സമയത്ത് എനിക്ക് അറൗണ്ട് 2-3 hours ഇടയിൽ വരെ ഇതിൻ്റെ പ്രൊജക്ഷൻ ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഴപ്പമില്ല, ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഇത് നൈസാണ്. പിന്നെ നിങ്ങൾ അത്യാവശ്യം മോഡറേറ്റ് ആയിട്ടുള്ള വാം കണ്ടീഷനിലേക്കൊക്കെ ആണെങ്കിൽ ഞാൻ കുറച്ച് ചൂടുള്ള സമയത്ത് രാവിലേക്ക് ഒന്ന് നൈസായിട്ട് അടിച്ചിട്ട് പുറത്തൊക്കെ പോയായിരുന്നു. അപ്പോൾ ഒരു 3-4 hours വരെയൊക്കെയാണ് സ്കിന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുള്ള സമയങ്ങൾ, നിങ്ങൾ ഇൻഡോർസ് ഓഫീസിലൊക്കെ ആണെങ്കിൽ സേഫായിട്ട് വെയർ ചെയ്യാം, AC അടിപൊളിയായിട്ട് വെയർ ചെയ്യാം. രാത്രികളിൽ ഇപ്പോഴത്തെ സമയത്ത് ഡിസംബർ ടൈമാണ്, നല്ല തണുപ്പുണ്ട് രാത്രിയൊക്കെ, അപ്പോൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വെയർ ചെയ്യാം. ഒരു ഡേറ്റിന് പോകുമ്പോഴാണെങ്കിലോ ഓഫീസിലെ ഇവൻറ്റ്സിലൊക്കെ പോകുമ്പോഴാണെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു പെർഫ്യൂം വെയർ ചെയ്യാൻ പറ്റും. ഭയങ്കര കാഷ്വലായിട്ട് വെയർ ചെയ്യേണ്ട ഒരു പെർഫ്യൂമായിട്ട് ഞാൻ ഇതിനെ കാണുന്നില്ല. ഒത്തിരി കൂടെ ഒരു ഫോർമൽ സെറ്റപ്പിലേക്ക്, ഒത്തിരി കൂടെ ഒരു ഡ്രസ്ഡപ്പ് ആയിട്ടുള്ള ഒക്കേഷൻസിലേക്ക് വെയർ ചെയ്യാൻ പറ്റിയ കിടിലൻ ഒരു പെർഫ്യൂമാണിത്. എന്നിരുന്നാലും ആദ്യം ചെയ്യേണ്ട കാര്യം ഇതിൻ്റെ പ്രൈസ് നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം 100 ml 12,000 രൂപ വരുന്നുണ്ട്. ഞാൻ വാങ്ങിച്ച സമയത്ത് 9K സംതിങ് ആണ് ആയത്. ഒരു ഓഫറിൻ്റെ ടൈമിനാണ് നൈക്കിന്ന് വാങ്ങിച്ചത്. അപ്പോൾ ഇത് വാങ്ങിക്കുന്നതിന് മുന്നേ നിങ്ങൾ എന്തായാലും സാമ്പിൾ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. ഞാൻ പറയുന്ന എനിക്കിഷ്ടമുള്ള പെർഫ്യൂംസ് ആയിരിക്കില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്. എന്നിരുന്നാലും നല്ല ക്ലാസി സെൻറ്റുകൾ, നിങ്ങൾ ഡിയോറോം, പർഫം അങ്ങനത്തെ പെർഫ്യൂമൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ത് തന്നെയാലും ഈ ഒരു പെർഫ്യൂം നിങ്ങൾക്ക് ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ എക്സ്പീരിയൻസസ്, നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഈ പെർഫ്യൂം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസസ് എന്തായാലും ഷെയർ ചെയ്യും. സോ താങ്ക് യു ഫോർ വാച്ചിങ്.